വായിക്കോ. അദ്ദേഹം ദേഷ്യം പിടിച്ച് പറഞ്ഞതാ. ഞങ്ങളത് മസ്അലയാക്കി എടുത്തു, ഒരു വിശദീകരണം എടുത്തു, എഴുതിയതിനു ശേഷം ഞാനാണത് എഴുതിയത്, ഹുസൈൻ സലഫി ഇരുത്തിയാണ് എഴുതിയത്. ആ എഴുതിയത് അങ്ങനെ പ്രസിദ്ധീകരിച്ചോ ഇസ്ലാഹ്? നിങ്ങൾ പറഞ്ഞല്ലോ ഇസ്ലാഹിൽ അത് പ്രസിദ്ധീകരിച്ചു എന്ന്. എത്ര തട്ടിപ്പ് നടത്തിയതില് അതങ്ങനെ തന്നെ ഇസ്ലാഹിൽ പ്രസിദ്ധീകരിച്ചു എന്ന് പറയാൻ ഹുസൈൻ സലഫിക്ക് ധൈര്യമുണ്ടോ? ഇതാണ് പ്രസിദ്ധീകരിച്ചത്. അതെ, കേട്ടോ, ഞങ്ങൾ എഴുതി കൊടുത്ത രൂപത്തിൽ, നിങ്ങൾ വായിച്ച് അംഗീകരിച്ച രൂപത്തിൽ, അബ്ദുറഹ്മാൻ സലഫിയെ കാണിച്ച രൂപത്തിലാണോ ഈ ഇസ്ലാഹിൽ അതിന് വിശദീകരണം വന്നത്? വിശദീകരണം വന്നത് എങ്ങനെയാ വന്നത് പോലും വായനക്കാർക്ക് പറയാനുള്ളത് എന്ന് പറയുന്ന ഭാഗത്ത് ഷമീർ കുറ്റിപ്പുറം എന്ന് പറഞ്ഞ ഒരാളുടെ പേരിൽ ഒരു ചോദ്യം കൃത്രിമമായി ഉണ്ടാക്കി കൊടുത്തിട്ട് പത്രാധിപരുടെ മറുപടി എന്ന് പറഞ്ഞിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് അന്ന് ഞാൻ എഴുതിയതുപോലെയാണോ ഉള്ളത്? അന്ന് പറഞ്ഞതുപോലെയാണോ ഉള്ളത്? അല്ല. ജബ്ബാർ മൗലവിക്ക് വേണ്ടി മൈന്യൂട്ടായി ആ വാചകങ്ങളെ ക്രമീകരിച്ച് മാസങ്ങളോളം അത് പൂഴ്ത്തിവെച്ചതിനു ശേഷമല്ലയോ 2008 ഇത് പ്രസിദ്ധീകരിക്കുന്നത്. ഇനി അടുത്ത ചോദ്യം, അതേ ജബ്ബാർ മൗലവിയുടെ വാചകം ജനങ്ങൾ തെറ്റിദ്ധരിക്കുമല്ലോ എന്ന് വിചാരിച്ച് ജബ്ബാർ മൗലവിയെ കൊണ്ട് ബോധ്യപ്പെടുത്തിയിട്ട് മറുപടി എഴുതിക്കാനാണ് ജബ്ബാർ മൗലവിക്കൽ പോയത് എന്ന് നീട്ടിപ്പറഞ്ഞ ഹുസൈൻ മൗലവി, നിങ്ങളോട് ഇനിയും ഞാനൊന്ന് ചോദിക്കട്ടെ, ഇത് എഴുതിയത് അല്ലെങ്കിൽ ഈ രൂപത്തിൽ പത്രാധിപരുടെ മറുപടി എന്ന രൂപത്തിലോ അതല്ലെങ്കിൽ പത്രാധിപർ മറുപടി എന്ന രൂപത്തിൽ എഴുതിയ ഈ വാചകമെങ്കിലും ജബ്ബാർ മൗലവി അംഗീകരിച്ചിട്ടുണ്ടോ? അദ്ദേഹം ഉൾക്കൊണ്ടിട്ടുണ്ടോ? ഇല്ലെന്നു മാത്രമല്ല, മാസങ്ങളോളം അദ്ദേഹം പിണങ്ങി നടന്നു. ഇനി മേലിൽ ഞാൻ ഇസ്ലാഹിൽ എഴുതില്ലെന്ന് പറഞ്ഞു. അദ്ദേഹം ഒരു വല്ലുപ്പയുടെ ദാർഢ്യം കാണിച്ചു. ഇനി എന്റെ ലേഖനങ്ങൾ ഇസ്ലാഹിൽ തരില്ലെന്ന് പറഞ്ഞു. ഞാൻ ഇസ്ലാഹിനെതിരാകുമെന്ന് പറഞ്ഞു. അതിനുശേഷം പിന്നെ മൂപ്പർ ഔങ്ങിയിരുന്നതിന് ശേഷം ഇതിനെ തുടർന്ന് വന്ന കഥകൾ ഒരുപാട് പറയാൻ കേട്ടോ. ഇൻഷാ അല്ലാഹ് നിങ്ങൾ തുറക്കധ്യായം ഒന്നിന് പുറകെ ഒന്നായി പറയും. നിങ്ങളിപ്പോ പറഞ്ഞ ഹറാം എന്നൊക്കെ പറയണ്ടല്ലോ, അതേ കള്ളുകുടിക്കൽ, അതേ ശിർക്കൽ എന്ന് പറഞ്ഞാൽ അനുവദനീയമാണെന്ന് വരുമോ എന്നൊക്കെ നിങ്ങൾ ചോദിക്കുന്നുണ്ടല്ലോ. അതിന്റെ അടിസ്ഥാനത്തിൽ ഹറാം എന്ന വിധിയാണ് അതിൽ നിന്ന് വരുന്നത് എന്നൊക്കെ നിങ്ങൾ വാദിക്കുന്നുണ്ടല്ലോ. ഇത് കഴിഞ്ഞും കഥ തുടരുന്നുണ്ട്. അതവിടെ നിൽക്കട്ടെ. നോക്കൂ നിങ്ങൾ, ഇതിലുള്ള ഒരു ലേഖനം ഏതാന്ന് എന്ന് ചോദിച്ചാൽ നമുക്കിതിൽ കാണാം. എന്തെന്നറിയോ? ഒരു ലേഖനം, കാടന്റെ കഥ പോലും കടവനില്ല എന്നൊരു ലേഖനം. ഈ ലേഖനം ആരാ എഴുതിയത്? കേട്ടോളൂ. പൂക്കുപോലക്കൽ പോക്കു എന്ന് പറയുന്ന ഒരാള് എഴുതിയ ലേഖനം. ഞാൻ വെല്ലുവിളിച്ചുകൊണ്ട് ചോദിക്കുന്നു, ഇങ്ങനെ ഒരാളെ മലയാളക്കരയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ ധൈര്യമുണ്ടോ? ഈ പേരുള്ള, ഈ അഡ്രസ്സിലുള്ള ഒരാളെ നിങ്ങൾക്ക് മലയാളക്കരയിൽ കാണിച്ചു തരാൻ കഴിയുമോ? കാടന്റെ കഥ പോലും കടവനില്ല, പൂക്കുംപാലക്കൽ പോക്കൂ എന്ന് പറഞ്ഞ ഒരാളെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയുമോ? ഇത് 2008 ജൂലൈ മാസത്തെ ഇസ്ലാഹാണ്. ഈ ഇസ്ലാഹിൽ അത് മറിച്ചു നോക്കിയാൽ അതിന്റെ 37-ാമത്തെ പേജിൽ ഒരു ലേഖനം കാണാം. എന്താണ് ആ ലേഖനം എന്നറിയുമോ? ഇതിൽ കാണുന്ന ലേഖനം ഏതാന്ന് ചോദിച്ചാൽ അതേ ഒരു വലിയ ലേഖനമാണ്. ആ ലേഖനം എഴുതിയ ആള് ആരാന്നറിയുമോ? നേരത്തെ പൂക്കും പാലക്കൽ പോക്കു എന്നായിരുന്നു പേര് എങ്കിൽ ഇതാ ഇതിൽ അയാളുടെ പേര് മാറുന്നു. ആ പേരെന്താണെന്ന് ചോദിച്ചാൽ ഇതിന്റെ 16-ാമത്തെ പേജ്. ഈ 16-ാമത്തെ പേജിൽ നമുക്ക് കാണാൻ കഴിയുന്നു, നെല്ലിക്കുത്ത് എന്നോരുടെ സദറും നെഹ്റും കൂടെ ഇന്ത്യയും ചുക്കുചോലക്കൽ ചേക്കു. ഇത് പൂക്കുംപാലക്കൽ പോക്കു. ഈ രണ്ടെണ്ണം ഞാൻ അതിന്റെ അപ്പുറം ഇപ്പുറം വായിച്ചിട്ടോ എന്ന് ചോദിക്കണ്ട, ഒറിജിനലാണ്. നിങ്ങൾക്ക് ആർക്കും വന്ന് മറിച്ചു നോക്കാം. ഇത് ഞാൻ ചോദിക്കുന്നു, ഹു ഇസ് ദിസ്? ആരാടോ ഇത്? മൻഹാദ? ആരാ ഇത്? ഈ ചോക്കുംപാലക്കൽ ചോക്കും പൂക്കുംപാലക്കൽ പോക്കും ആരാ ഇത്? ഹുസൈൻ സലഫി മറുപടി പറയണം. ആരാ ഇത്? നിങ്ങൾ പറഞ്ഞ ഫളീലത്തു ശൈഖ് അബ്ദുൽ ജബ്ബാർ മൗലവിയാണ് പൂക്കുംപാലക്കൽ പോക്കും അത് ചുക്കുചോലക്കൽ ചേക്കുവും. എന്തുകൊണ്ടാണ് അബ്ദുൽ ജബ്ബാർ മൗലവി പേര് മാറ്റി ഇസ്ലാഹിൽ എഴുതിയത്? മറുപടി പറയണം ഷാർജക്കാരൻ, മറുപടി പറയണം. ഇത് ഫൈസൽ മുസ്ലിയാർ തന്ന വടിയാണ്. നന്നൊരു പെരിക്കതാ, നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട, മനസ്സിലാക്കണം. ഇത് ഫൈസൽ മുസ്ലിയാർ അറിഞ്ഞു കൊടുക്കണ പണിയാണ്. കാര്യം മൂപ്പര് മിണ്ടുന്നില്ല. ആയത്ത് കള്ളായത്തോതി ദുർവ്യാഖ്യാനിച്ചിട്ട് മൂപ്പര് സപ്പോർട്ട് ചെയ്യണില്ല. അപ്പോൾ ഫൈസൽ മുസ്ലിയാർ ഇട്ട് തന്നതാണ്. സുഹൃത്തുക്കളെ മനസ്സിലാക്കണം. ഇത്രയും കാര്യങ്ങൾ ഇതിന്റെ പുറകിൽ നടക്കണമെങ്കിൽ ജബ്ബാർ മൗലവിക്ക് അന്ന് കിട്ടിയ ഷോക്ക് എന്താണ് എന്നുള്ളത് ബോധമുള്ള, വിവരമുള്ള, ചിന്തയുള്ള മനുഷ്യർക്ക് മനസ്സിലാവും.